നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫിസിക്സ് 13ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം. ഇതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പേ ഉള്ള വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക, എങ്കിലേ ആ ഒരു ഇതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, മാത്രമല്ല ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം അല്ലേ. എർത്ത് ആസ് മാഗ്നറ്റ്, ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ എർത്തിനെ നമുക്ക് ഒരു നോർത്ത് പോളും സൗത്ത് പോളും കണ്ടെത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നോർത്ത് പോള് സൗത്ത് പോളൊക്കെ വേറുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നോക്കാം നമുക്ക് എങ്ങനെയാണ്. ആദ്യം ആക്സിസ് എടുക്കുക. എർത്തിൻ്റെ ആക്സിസ് ഡയറക്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുക? നമ്മുടെ ആക്സിസുകൾ എങ്ങനെയുണ്ടാകുന്ന നോക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ആക്സിസ് ആണ് വിചാരിക്കുക. ഈ ഒരു ആക്സിസിൽ എവിടെയൊക്കെ ആയിരിക്കും നോർത്ത് ഉണ്ടാകുക? നോർത്ത്, ഇത് സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ ഏത് വെസ്റ്റ്, ഇവിടെ അല്ലേ. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു ദിശ എടുക്കുമ്പോൾ ചെയ്യുക അല്ലേ. അപ്പോൾ നോക്കുക, ഒരു മാഗ്നറ്റിൽ എങ്ങനെയാണ് ഈ നോർത്ത് സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ കിട്ടുന്നത്? ആദ്യം നോർത്തും സൗത്തും നമുക്ക് നോക്കാം. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ മറ്റേതൊക്കെ വരിക. അതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. നമുക്ക് ഭൂമി ഇതാണ് ഭൂമി എന്ന് വിചാരിക്കാം. ഭൂമി, ഈ ഭൂമിക്കുള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഭൂമിക്കുള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ഇത് കറക്റ്റ് ഡയറക്ഷൻ ഇങ്ങനെയല്ല കേട്ടോ, അത് ചരിച്ചിട്ടൊരു 90 ഡിഗ്രിയെങ്കിലും അതിൻ്റെ ഡിഗ്രി നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. നമുക്ക് ആ ചിത്രത്തിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും, മാഗ്നറ്റിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നോക്കാം. മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും, ഒരു മാഗ്നറ്റ് ഉണ്ടല്ലോ, ഈ മാഗ്നറ്റിന് ഒരു നോർത്തും സൗത്തും ഉണ്ടാവില്ലേ. ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ നോർത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? താഴെ ഭാഗത്ത്. അവിടെ സൗത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ. അപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും അട്രാക്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ നോക്കുക, ഈ വശത്ത് എന്താണ് നോർത്തും, ഈ വശത്തിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറയുന്നത് എന്താണ്? നോർത്തും, ഇവിടെ നോർത്ത്, ഇവിടെ എന്താണ് നോക്കാം. ഈ വശത്തിൻ്റെ നോർത്ത് എന്ന് പറയുന്നത് ഇത്, സൗത്ത്. ഈ നോർത്തും സൗത്തും അട്രാക്റ്റ് ചെയ്യില്ലേ? അതുപോലെ ഇതിൻ്റെ നോർത്തും സൗത്തും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാകും. ചുരുക്കി പറഞ്ഞാൽ ഭൂമിക്കുള്ളിൽ ഒരു വലിയൊരു മാഗ്നറ്റ് ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു മാഗ്നറ്റ് സാങ്കല്പികമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു പോളിൽ നിന്ന് ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ടൊരു വലിയൊരു മാഗ്നറ്റ് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ മാഗ്നറ്റ് നമ്മൾ എർത്ത് ആസ് മാഗ്നറ്റ് എന്ന് പറയും. എർത്ത് ആസ് മാഗ്നറ്റ് എന്ന് പറയും. ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എവിടെയാണോ നിൽക്കുന്നത് അത് പോയിൻ്റ് ചെയ്യുന്ന ഭാഗം, നോർത്ത് പോൾ പോയിൻ്റ് ചെയ്യുന്ന ഭാഗം, അതായത് നോർത്ത് പോൾ പോയിൻ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് അല്ലേ. ആ വശത്തിന് അഭിമുഖമായിട്ട് ഇരിക്കുന്ന വശം എന്തായിരിക്കും? നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ സൗത്ത് ആയിരിക്കും. ഓക്കെ, അതുപോലെ ആ മാഗ്നറ്റിൻ്റെ എർത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ മാഗ്നറ്റിൻ്റെ സൗത്തിന് അടുത്ത് നിൽക്കുന്ന വശം എന്തായിരിക്കും? ഭൂമിയുടെ നോർത്ത്. അങ്ങനെ ചിന്തിച്ച് നോക്കുക. വലിയൊരു മാഗ്നറ്റ് അതിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ആ കുഴിച്ചിട്ടിരിക്കുന്ന മാഗ്നറ്റ് അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്കത് എന്ത് ചെയ്യുള്ളൂ? അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഈ നോർത്തും സൗത്തും എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും അല്ലേ. ഈ നോർത്തും സൗത്തും അട്രാക്റ്റ് ചെയ്യും അല്ലേ. നോർത്ത് സൗത്ത് അട്രാക്റ്റ് ചെയ്യും. അതുപോലെ ഈ നോർത്തും സൗത്തും അട്രാക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ അട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് അത് അവിടെ നിൽക്കുന്നതെന്ന് സങ്കല്പിക്കുക. ക്ലിയർ അല്ലേ?
അപ്പോൾ അങ്ങനെ ഒരു നോർത്തും സൗത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എന്താണ് എന്താ പറ്റുക, നമുക്കിവിടെ ഒരു ഡയറക്റ്റ് പോൾസുകൾ കണ്ടെത്തുന്നത് നമുക്ക് ഈ ചിത്രത്തിലൂടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. നോക്കാം എന്താണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. നമ്മൾ മാഗ്നറ്റിനെ ഭൂമിക്കുള്ളിൽ ഒരു മാഗ്നറ്റ് കുഴിച്ചിട്ട മാതിരി കാണുന്നില്ലേ? അവിടെ നോക്കുക, സൗത്തും നോർത്തും എങ്ങനെ വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മാഗ്നറ്റ് ഉള്ളതെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന ഈ മാഗ്നറ്റിനെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എർത്തിൻ്റെ മാഗ്നറ്റാണ്. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിൻ്റെ നോർത്ത് ഏത് ഭാഗത്താണ് ഉള്ളത്? ഈ വശത്ത് അല്ലേ, ഇതിവിടെയാണ് എർത്ത് മാഗ്നറ്റിൻ്റെ നോർത്ത് ഉള്ളത് അല്ലേ. അതുപോലെ എർത്ത് മാഗ്നറ്റിൻ്റെ സൗത്ത് എവിടെയാണ് ഉള്ളത്? ഈ വശത്താണ് അല്ലേ. അപ്പോൾ ജിയോഗ്രഫിക് നോർത്ത് എവിടെയാണ് ഉണ്ടാകുക? ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നോർത്തും സൗത്തും അത് എവിടെയാണല്ലോ നോക്കുക. അത് ഏത് വശത്തേക്കായിരിക്കും? വേറെ കളർ വെച്ച് ചെയ്യാം. അത് ഏത് വശത്തായിരിക്കും നോക്കാം. ജിയോഗ്രഫിക്കൽ നോർത്ത് ഇവിടെ അല്ലേ, ജിയോഗ്രഫിക്കൽ സൗത്ത് ഇവിടെ അല്ലേ. നോക്കുക, ഈ നോർത്തും സൗത്തും കൂടി അട്രാക്റ്റ് ചെയ്യില്ലേ? ഇതാ ഈ നോർത്തും സൗത്തും കൂടി അട്രാക്റ്റ് ചെയ്യല്ലോ അല്ലേ. ഇതേപോലെ ഈ നോർത്തും സൗത്തും അട്രാക്റ്റ് ചെയ്യല്ലോ. അപ്പം ഇങ്ങനെ നോക്കുക, ഇനി ഒരു വര വരച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഭൂമിയുടെ നോർത്ത് എപ്പോഴും ഇവിടെയും, ഈസ്റ്റ് ഇവിടെ, സൗത്ത് ഇവിടെ, വെസ്റ്റ് ഇവിടെ, ഇങ്ങനെയല്ല ഉണ്ടാകുക അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ കാരണം, നമുക്ക് എപ്പോഴും ഭൂമിയുടെ നോർത്തും സൗത്തും ഇങ്ങനെ കിട്ടാൻ കാരണം എന്തുകൊണ്ടാണ്? ഭൂമിക്കുള്ളിലൊരു മാഗ്നറ്റ് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, ഭൂമിക്ക് ഒരിക്കലും എങ്ങനെ പറയരുത്, മുകളിൽ നോർത്ത് താഴെ സൗത്ത് എന്ന് ഒരിക്കലും പറയരുത്. മുകളിലും താഴെയല്ല കൊടുക്കുന്നത്, അത് ശരിക്കും 2 ഡയമെൻഷനിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയല്ലേ, ക്ലിയർ ആയാലോ. അപ്പോൾ ഇതിന് കാരണം ഭൂമിക്കുള്ളിൽ ഒരു വലിയ മാഗ്നറ്റ് നിൽക്കുന്നുണ്ട്. ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എവിടെയാണോ ഉള്ളത് അതായിരിക്കും നമ്മുടെ ജിയോഗ്രഫിക്കൽ സൗത്ത്. ആ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തായിരിക്കും നമ്മുടെ ജിയോഗ്രഫിക്കൽ നോർത്ത്. ഓക്കെ, അങ്ങനെയാണെന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി. ക്ലിയർ? അത് ഓർമ്മിച്ച് വെക്കാം. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുള്ളത്, ഇത് നമുക്ക് ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ ഓരോ പ്രദേശത്തേക്ക് നോക്കുമ്പോൾ കിട്ടിയതാണ് അല്ലേ. ഇനി ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നോക്കിക്കളാം, അതും കൂടി പഠിക്കാം. ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ആകാശം അഥവാ സ്കൈ, ആകാശം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ശരിക്കും അങ്ങനെ ഒരു ആകാശം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല, എങ്കിലും നമുക്കതൊന്ന് മനസ്സിലാക്കി വെക്കാം. എന്താണോ ആകാശത്തിലേക്ക്, ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇത് നോക്കാം. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാകുക, അതും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള ഒരു ആക്സിസ് ഉണ്ടാകുക. അപ്പം ഇതിൽ നോർത്ത് പോൾ എന്ന് പറയുന്നത്, നോർത്ത് എന്ന് പറയുന്നത് ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചല്ലോ, കിട്ടി. സൗത്ത് ഇവിടുത്തെ കേസിലൊക്കെ നോർത്ത് സൗത്ത് അല്ലേ. എന്നാൽ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ സ്കൈ ഒബ്സർവേഷനൊക്കെ നോക്കുമ്പോൾ സ്റ്റാറുകളെ അതുപോലെ മൂൺ ഇതിനൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിൻ്റെ എന്താണ് ഈ നോർത്തും സൗത്തും അതുപോലെ തന്നെ ഈസ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇവിടെ എന്തായിരിക്കും? സൗത്തും ആയിരിക്കും ഉണ്ടാകുക. ഈസ്റ്റും സൗത്തും ആയിരിക്കും ഉണ്ടാകുക. ക്ലിയർ ആണല്ലോ. നോർമൽ കേസിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, അതിൻ്റെ വലതുവശത്ത് ഈസ്റ്റ്, നമ്മുടെ വലതുവശത്ത് ഈസ്റ്റും വശത്ത് വെസ്റ്റും ആയിരിക്കും നമ്മൾ നോർമലി ദിശ അതായത് നമ്മളെ വഴിയൊക്കെ നോക്കുന്ന സമയത്ത്. എന്നാൽ സ്കൈയിലേക്ക്, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് സ്കൈയിലേക്ക് നോക്കുമ്പം വലതുവശത്ത് സൗത്തും സൗത്ത് അല്ല കേട്ടോ, വലതുവശത്ത് വെസ്റ്റും ഇടതുവശത്ത് ഈസ്റ്റുമാക്കിയിട്ട് എഴുതണം. ക്ലിയർ ആണേ. അതിന് കാരണം എന്താ വെച്ചാൽ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി എങ്ങോട്ടാണ് കറങ്ങുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അല്ലേ. എന്നാൽ ഭൂമിയിൽ എവിടെ നിന്നാണ് ഇത് വരുന്നത്? എല്ലാ സ്റ്റാറുകളും അതുപോലെയുള്ള എല്ലാ വസ്തുക്കളും എവിടെ നിന്നാണ് ഭൂമിയിൽ ഉദിക്കുന്നത്?
കിഴക്കുന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് കറക്കുന്ന ആ ഒരു ഡയറക്ഷൻ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്കത് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാണ്. The south pole of the Earth's magnet is near the geographic North Pole, and the North Pole of the Earth's magnet is near the geographical South. ഓക്കെ, എന്താണ് അതിൽ പറയുന്നത്? ജിയോഗ്രഫി ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നു മാത്രം. അതായത് സൗത്ത് പോൾ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ സൗത്ത് പോൾ ഓഫ് ദി എർത്ത് മാഗ്നറ്റ് എന്താണ്, അത് നിയർ എവിടെയായിരിക്കും? ജിയോഗ്രഫിക്കൽ നോർത്ത് ഓഫ് ദി നോർത്ത് പോൾ. ഓക്കെ, അതുപോലെ നോർത്ത് പോൾ ഓഫ് ദി എർത്ത് മാഗ്നറ്റ് ഈസ് നിയർ ദി ജിയോഗ്രഫിക്കൽ സൗത്ത് പോൾ. ക്ലിയർ ആണ്? അത് നോക്കി വെക്കുക. ഇനി നമുക്കൊരു പരീക്ഷണത്തിലൂടെ നോക്കാം. ഈ പരീക്ഷണം നിങ്ങൾക്ക് എപ്പോഴും തോന്നാണ്, ഒരു മാഗ്നറ്റ് പൊട്ടിപ്പോയാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പോൾസുകൾ ഉണ്ടാകുകയെന്ന്. അത് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിളാണ്. ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ഒരു എക്സോബ്ലേഡോ എന്തെങ്കിലും ഒരു ഇതുള്ള ഇരുമ്പിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് പോവുക. ഓക്കെ, റബ്ബ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ എക്സോബ്ലേഡാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ, എക്സോബ്ലേഡ് ആകുമ്പോൾ നമുക്ക് പൊട്ടിച്ച് കറക്റ്റ് ലെവലായിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് അത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന എക്സോബ്ലേഡും മാഗ്നറ്റായിട്ട് മാറും. കുറേ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സോബ്ലേഡും എന്തായിട്ട് മാറും? മാഗ്നറ്റായിട്ട് മാറും. അപ്പോൾ നോക്കാം, അവിടെ ഡയറക്ഷൻ അല്ല, ഈ പോയിൻ്റ് എ ഉണ്ട്, ബിയും ഉണ്ട്, എയും ബിയും ഉണ്ട് അല്ലേ. അപ്പം എന്ന് ബിയിലേക്ക് നമ്മൾ റബ്ബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എ ഭാഗം നോർത്ത് പോളും ബി സൗത്തുമായിട്ട് കിട്ടും. ഏകദേശം അങ്ങനെ നോർത്ത് പോള് വെച്ചിട്ട് നോർത്ത് പോൾ എന്ന മാഗ്നറ്റിൻ്റെ ഇത് വെച്ചിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ കിട്ടും. ക്ലിയർ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് മാഗ്നറ്റ് കിട്ടിയെന്ന് ഈ എക്സോബ്ലേഡ് മാഗ്നറ്റായി മാറി. അതിനെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയും കേട്ടോ. അങ്ങനെ മാഗ്നറ്റായി മാറിക്കഴിഞ്ഞാൽ ആ മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സോബ്ലേഡ് ആയിട്ടുള്ള മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, നോർത്തും സൗത്തും അല്ലേ ഇവിടെ കിട്ടുന്നത്. നോർത്ത് സൗത്ത് അവിടെ ഉണ്ടായിരുന്നത് ഒറ്റ എക്സോബ്ലേഡിന്. അങ്ങനെ ഞാൻ ഇതിൻ്റെ മിഡിലിൽ കട്ട് ചെയ്യുമ്പം ആ ഭാഗം നോർത്ത് തന്നെ കിട്ടുന്നുണ്ട്. ആ നോർത്തിൻ്റെ ഇവിടെ നോർത്തായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്, ഇവിടെ സൗത്തും അങ്ങനെയാണല്ലോ നോർമലി ഉള്ളത്. ബ്രേക്ക് ചെയ്തപ്പം ആ നോർത്ത് വശത്തിന് അഭിമുഖമായിട്ടുള്ള ബ്രേക്ക് ചെയ്ത വശം എവിടെയാണോ ഉള്ളത്, ഈ പോയിന്റ് ഇവിടെ എന്താണ്, സൗത്തും. നോർത്തിന് അഭിമുഖമായിട്ടുള്ള ഭാഗം എന്താണ്, സൗത്ത്. കണ്ടോ, ഇവിടെ നോർത്ത് സൗത്തുമായിട്ട് മാറി. അതുപോലെ ഇവിടെ സൗത്തിന് അഭിമുഖമായിട്ട് ഉള്ള ഈ വശം എന്തായിട്ട് മാറി, നോർത്തുമായിട്ട് മാറി. കണ്ടോ, നോർത്തുമായിട്ട് മാറിയല്ലോ. ക്ലിയർ? അപ്പോൾ ഇത് ഒരു മാഗ്നറ്റായി, ഇത് വേറൊരു മാഗ്നറ്റായി. അങ്ങനെ രണ്ട് മാഗ്നറ്റ് ആയല്ലോ. ഇനി അതിനെ പിന്നെയും നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. ഇവിടെ നോർത്താണല്ലോ ഉള്ളത്. ആ നോർത്തിന് ഇത് രണ്ടും പിന്നെ ഇവിടെ നിന്ന് പിന്നെയും വീണ്ടും എന്ത് ചെയ്യാണ്, പൊട്ടിക്കുകയാണ്. ഇവിടെ വീണ്ടും കട്ട് ചെയ്തു, ഇവിടെയും വീണ്ടും കട്ട് ചെയ്യാണ്. അതുപോലെ ഇവിടെയും വീണ്ടും കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോർത്ത് പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വശത്തിൻ്റെ തൊട്ടടുത്തുള്ള വശം എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ആ സൗത്ത് വശത്തിന് അഭിമുഖമായിട്ടുള്ള വശം എന്തായിരിക്കും, നോർത്തായിരിക്കും. ക്ലിയർ? ഇവിടെ നോർത്ത് പോൾ ഇവിടെ ഉണ്ടാവുമല്ലോ, ഇവിടെ സൗത്തും ഉണ്ടാകുക. അതിന് അഭിമുഖമായിട്ടുള്ള വശം എന്തായിരിക്കും, ഈ പറഞ്ഞിരിക്കുന്ന സൗത്ത് നോർത്ത് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഒന്നും കൂടി അതിൻ്റെ ഇത് വേറെ കളർ വെച്ചിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. നോക്കാം. ആദ്യത്തെ നോർത്തും സൗത്തും ആണല്ലോ. ക്ലിയർ? അതേപോലെ തന്നെ നോർത്ത് സൗത്ത്. ഇത് ഞാൻ ബ്രേക്ക് ചെയ്ത സമയത്ത് ഈ നോർത്തിന് അഭിമുഖമായിട്ടുള്ള വശത്ത് എന്തായിട്ട് മാറി, സൗത്തായി മാറി അല്ലേ. അതുപോലെ സൗത്തിന് അഭിമുഖമുള്ള വശത്ത് നോർത്തുമായിട്ട് മാറി ബ്രേക്ക് ചെയ്തപ്പോൾ. ഇനി അതേപോലെ എന്താണ്, നമ്മൾ നോർത്ത് സൗത്ത്
അല്ലേ? ഇതിൻ്റെ പിന്നെയും കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറിയത്, എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നോക്കാം. ഇവിടെ നോർത്തും ഇവിടെ സൗത്തുമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ അതേപോലെ സൗത്തുമായിട്ട് മാറി. ഇനി ഞാൻ അവിടെ ഇതിന് ശേഷം പിന്നെ വീണ്ടും കട്ട് ചെയ്യാണ്. വീണ്ടും കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിട്ട് മാറും നോക്കാമേ. ഇവിടെ നോർത്ത്, ഇവിടെ നോർത്തുമായിട്ട് നോർത്തിന് അഭിമുഖമായിട്ടുള്ളത് സൗത്തും, സൗത്തിന് അഭിമുഖമായിട്ടുള്ളത് നോർത്തുമായിട്ട് മാറി ഇല്ലേ? ഇനി അടുത്ത ഇത് രണ്ടും കൂടി ഇവിടെ ബ്രേക്ക് ചെയ്യാണ്. അതായത് രണ്ടാമത്തെ എക്സോബിഡൻ്റെ ഈ ഭാഗം ബ്രേക്ക് ചെയ്യാണ്. അതായത് ഈ ഭാഗം ബ്രേക്ക് ചെയ്യാണ്. ഈ ഭാഗം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. അവിടെ ഈ നോർത്തിന് അഭിമുഖമായിട്ടുള്ള ഇതിൻ്റെ നോർത്തിന് അഭിമുഖമായിട്ട് എന്തായിട്ട് കിട്ടി, സൗത്തും, നോർത്തിന് അഭിമുഖമായിട്ട് സൗത്തിന് അഭിമുഖമായിട്ട് നോർത്തുമായിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ എത്ര ബ്രേക്ക് ചെയ്യുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പോളുകളായിട്ട് മാറും. ഇതേ പർപ്പസ് തന്നെയാണ് നമ്മൾ സാധാരണ മാഗ്നറ്റിൻ്റെ കേസിലും ചെയ്യുക. ഓക്കെ, ഒരു ഉദാഹരണം നിങ്ങൾ ചിന്തിക്കാറുണ്ടാവും ചിലപ്പം. നമുക്കൊരു മാഗ്നറ്റ് എടുത്തു. ആ മാഗ്നറ്റിനെ എന്ത് ചെയ്യാണ്, ഈ ഒരു മാഗ്നറ്റിൻ്റെ റിംഗ് മാഗ്നറ്റ് അല്ലെങ്കിൽ സർക്കുലർ മാഗ്നറ്റ് എടുത്തു. ഈ സർക്കുലർ മാഗ്നറ്റിൻ്റെ ഒരു വശം പൊട്ടുകയാണെന്ന് വിചാരിക്കുക. ഒരു വശത്തെ പൊട്ടുന്നു എന്ന് വിചാരിക്കുക. പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പോളുകൾ അറേഞ്ച് ചെയ്യുക? അതെങ്ങനെ പൊട്ടി ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നോർത്ത് ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആവും. അപ്പോൾ അതിൻ്റെ ഇവിടെ എന്തായിരിക്കും, അതിൻ്റെ മറുവശത്ത് ഇവിടെ എന്തായിരിക്കും, നോർത്തും സൗത്തും എന്ന് പറഞ്ഞല്ലോ. നോർത്ത് ആൻഡ് സൗത്ത്, ഈ മാഗ്നറ്റിന് സൗത്തുമായി. ഇനി ഈ ഭാഗത്ത് എന്തായിരിക്കും, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. ഓക്കെ, ഇനി ഇവിടെ എന്തായിരിക്കും, നോർത്ത് സൗത്ത്. ഓക്കെ, ഇനി ഇവിടെ എന്തായിരിക്കും, നോർത്ത് സൗത്ത്. കണ്ടോ, നോർത്ത് സൗത്ത്. ഇത് വേറൊരു കളറായി ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് അങ്ങോട്ട് എടുത്താണ്. അപ്പോൾ ഇങ്ങനെ നോർത്ത് സൗത്ത് ഇങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ? അപ്പോൾ എത്ര നിങ്ങൾ ബ്രേക്ക് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. ക്ലിയർ? അതൊരു മാഗ്നറ്റ് ആയാലും എന്തായാലും ഒരു മാഗ്നറ്റ് ആയാലും അഥവാ നമ്മളൊരു മാഗ്നറ്റ് ആക്കി മാറ്റിയ ഒരു മെറ്റീരിയൽ ആയാലും പോലും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ എർത്ത് ആസ് എ മാഗ്നറ്റ് എന്ന് പറഞ്ഞ കാര്യം എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം നമുക്ക് എന്ത് ചെയ്യും, ഇത് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഒന്നുമില്ല, ഭൂമിക്കുള്ളിലൊരു വലിയ മാഗ്നറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ വശത്തായിരിക്കും നമ്മുടെ ഒറിജിനലായിട്ട് നമ്മൾ കാണുന്ന, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നോർത്ത് വശം. നിങ്ങൾ നോർത്ത് എന്ന് കാണാൻ നോർത്ത് പോളില്ലേ, നോർത്ത് പോൾ അതെന്ന് പറയുന്നത് ഭൂമിക്കുള്ളിലുള്ള മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിന് അടുത്തെവിടെ എന്താണോ നിൽക്കുന്നത് അതായിരിക്കും നമ്മുടെ നോർത്ത് പോള്. അതുപോലെ ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന നോർത്ത് പോള് ഏത് വശത്തേക്കാണോ നിൽക്കുന്നത് ആ വശമായിരിക്കും നമ്മുടെ സൗത്ത് പോൾ. ഓക്കെ, അപ്പം ഇതിൽ ടേമാണ് ഇമ്പോർട്ടൻ്റ് ഒക്കെ പറയുന്നത്. എന്താണ്, എർത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാഗ്നറ്റിനെ പറയുന്ന പേര്. എന്നാൽ ജിയോഗ്രഫിക് നോർത്തും സൗത്ത് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന നോർത്ത് വശമല്ലേ, വടക്ക് ദിശ തെക്ക് ദിശ എന്നൊക്കെ പറയുന്നില്ലേ, ആ ദിശയാണ് നമ്മൾ കാണുന്ന ദിശയാണ് ജിയോഗ്രഫിക്കൽ നോർത്തും ജിയോഗ്രഫിക്കൽ സൗത്തും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആ ഒരു ടേം നന്നായി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ
നമുക്ക് ഈ ടോപ്പിക്കൊക്കെ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നെടുത്ത ടോപ്പിക്ക് വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും മനസ്സിലാക്കുക. ഒരു തവണ കേട്ടാലൊന്നും ഒരിക്കലും മനസ്സിലാവില്ല. 2-3 തവണ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും, അതിനനുസരിച്ച് വീഡിയോൻ്റെ സൈസ് കൂടും. വീഡിയോ ഇത് എന്ത് ചെയ്യണം, നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു.